നെഞ്ചിൽ പ്രാർത്ഥി പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ ഉടമ്പടിയുടെ എല്ലാ മക്കൾക്ക് വേണ്ടി ഈശോയെ ആരാധന. കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രുതികട ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കട്ടെ. വിശ്വാസത്തോടെ ആരാധിച്ചിടുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന അങ്ങ് നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. സമത്യസ്തമായി പഠിക്കാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖയുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ സഭയുടെ വിവേചനം അധികാരം ഉപയോഗിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുവാൻ വ്യാക്രമേന്ദ്ര പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ദേവമാതാവിന്റെ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിക്കുവാൻ ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി സ്വീകരിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ.
രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്ന ദൈവസ്നേഹത്തോടെ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കുക. ഓൺലൈനിലൂടെ പഠിച്ചിരിക്കുന്നവരെ, ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നവരെ, കൃപാസനത്തെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുള്ളവരെ, നേരത്തെ തീർത്ഥാടന ഉടമ്പടി ചെയ്തവർ, അവരെന്താണ് അപ്പോഴും പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടത് അത് വീണ്ടും ഈ ആരാധനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ജീവത്തായ നിമിഷങ്ങളിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, രോഗങ്ങൾ, വിഷമതകൾ എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാഹചര്യമാക്കണമേ. പരിശുദ്ധ മാതാവേ, ഉടമ്പടിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവയുടെ സാന്നിധ്യം അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദ്യാഭ്യാസ മേഖലകൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സന്താനരഹിതരെ, ഭവനരഹിതരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷോഭത്തിലിടയാകുന്നവരെ കർത്താവെ സമർപ്പിക്കുന്ന ഹല്ലേലൂയ. കൊറോണ വൈറസ് രോഗികളെ സമർപ്പിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങളിൽ ആരാധിക്കട്ടെ. തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഡിവോഴ്സിലിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കോടതി കേസുകൾ, പോലീസ് കേസുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ കരങ്ങൾ തുറന്ന ആരാധന. വിശ്വാസത്തോടെ
ധ്യാനത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ദൈവത്തോട് നമ്മൾ വിട്ടകലാതെ കൂടെ എപ്പോഴും നിൽക്കുക എന്നത് തന്നെയാണ്. ദ എഫിക്കസി ഓഫ് കവനന്റ് പ്രെയർ. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഫലവും ആശ്രയിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയെ എപ്പോഴും അത് ദൈവത്തോട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തും. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങണത് തന്നെ, നമ്മുടെ ദിവസം തുടങ്ങണത് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് കൂടിയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദൈവ മനസ്സാണ് ശരിക്കും അത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠനവിധേയമാക്കണം. സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവ മനസ്സ് വെളിപ്പെടണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടി ചേർന്നാണ് പിന്നീട് വചന വായന വരണത്. അത് ഒരു ദിവസം അരമണിക്കൂർ നമ്മൾ ദൈവവചനം വായിക്കണം. അതേതെങ്കിലും ഒരു സമയത്ത് മതി. അപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം ഉണ്ടായിരുന്ന സമയത്ത്, ലോക്ക്ഡൗണിന് മുമ്പ് പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൃപാസനത്തിൽ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ അത് വിതരണം ചെയ്യും, പ്രാർത്ഥിച്ച്. ആ ഒരു ബോധത്തോട് വിതരണം ചെയ്ത എല്ലാവർക്കും നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. അതിലൂടെ ജനം വീണ്ടും അമ്മയെ അറിഞ്ഞ്, അമ്മയിലൂടെ യേശുവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെട്ടും അതുപോലെ തന്നെ ലോകത്തിന് പ്രയോജനപ്പെട്ടും വരും. അപ്പം ദൈവമായിട്ട് മനുഷ്യർ അറിയാത്തവരറിയും, അറിഞ്ഞവർ ആഴപ്പെടും. അങ്ങനെ അപ്പോഴും ഏതെങ്കിലും സമയത്ത് നമ്മൾ ഇത് വർഷം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉപവിപ്രവർത്തനമുണ്ട്. രോഗികളെ പോയി കാണുക, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയമൊക്കെ ഇത് കണ്ടെത്തി കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക. പിന്നെ രോഗികളെ പോയി സന്ദർശിക്കണം, അല്ലേ? ആ ദൈവസ്നേഹത്തോടെ സന്ദർശിക്കണം. ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാകുമ്പോൾ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ വീണ്ടും ദൈവതിരുസേനയെ പുനഃസമർപ്പണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി സന്ധ്യാപ്രാർത്ഥന. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഒരു മഹാത്ഭുതം പോലെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ഈ കാലത്ത് ഏറ്റവും വലിയ അടയാളങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം ഉടമ്പടിയിലൂടെയാണ്. പക്ഷേ ഒരു കേവലമായ ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ വളരെയേറെ പല സ്ഥലങ്ങളിലും തൊട്ട് തലോടി അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയല്ല ഇത്. ജീവിതം തന്നെ ഇതൊരു ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടാണ്, ജീവിത രീതി. ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ടാണ്. അതിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കത് ലൈറ്റ് വെയിറ്റ് ആവും. ഒരു വിഷയത്തിൽ നമുക്ക് വേണ്ടത് ചില നിസ്സാര കാര്യങ്ങൾ പോലും ചിലർക്ക് വല്ലാത്ത ഭാരമായിരിക്കും. പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നതിൻ്റെ ഒരു സൂചനയാണത്.
ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. ഒരു കസേര എടുത്ത് ഇപ്പുറത്ത് ഇടണമായിരിക്കും. നാളെ പിന്നെ ഏട്ടാ ആരെങ്കിലും വരട്ടെ, അവരെ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നിസ്സാര കാര്യം പോലും നമുക്ക് പാടായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ്. ശ്രദ്ധിക്കണം. കാര്യം അഭിഷേകത്തിൻ്റെ നിലവാരം എന്ന് പറയണത് ഭയങ്കരമായ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും ലൈറ്റ് വെയ്റ്റ് ഫെദർ ടച്ച് പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, ഈ വലിയ 5 ടണ്ണിന് കൂടുതലുള്ള 8 ടണ്ണൊക്കെ ഉള്ള ലോറികളൊക്കെ പാലത്തിലിങ്ങനെ കട്ടൊക്കെ വഴക്കണത് പണ്ട് മെക്കാനിക് സ്റ്റിയറിങ്ങിൽ ആ ഡ്രൈവറിൻ്റെ 18 മസിലും തെളിഞ്ഞ് അവൻ വെട്ടി വിയർത്താണ് ആ ലോറി തിരിച്ചെടുക്കുന്നത്. ഈ കാര്യം മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആയതുകൊണ്ട്. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ആയത് കാരണം ചുമ്മാ ഒരു വിരലിലാണ് ഇവൻ ചെയ്യണത് ഈ സംഭവം. ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പവർ സ്റ്റിയറിങ്ങിൽ ചെയ്യാൻ പറ്റും. അതിനാണ് അഭിഷേക വിധിപ്രകാരം എന്ന് പറയണത്. അതിൻ്റെ അഭിഷേകം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് ലൈറ്റ് വെയ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എനിക്ക് ഒരു നേഴ്സിനറിയാം. അവർ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്, ആദ്യം കൃപാസനത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്കപ്പോൾ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കുഞ്ഞുള്ളത്, ആ കുഞ്ഞിന് ഓട്ടിസവും പോലെയുള്ള ഒരു രോഗമാണ്. അതിനിടയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. സ്വന്തം ജോലി നഷ്ടപ്പെട്ടു, ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, പെരപണി തുടങ്ങിയിട്ടില്ല, മാറി താമസിക്കേണ്ട അത്യാവശ്യമാണ്, അനിയൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് ജോലി നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നു. പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുലുക്കമില്ല ഇവർക്ക്. അന്ന് ദമ്പതി ധ്യാനമാണ്. എന്നെ തൈക്കാട്ടുശ്ശേരി വന്ന് കണ്ട ശേഷം ഇവിടെ ആൾ വരും. അപ്പം ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇവിടെ വരും. ആരാധന നടത്തിയ ശേഷം വീണ്ടും കണ്ട് പ്രാർത്ഥിച്ച് കാര്യം പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇവരുടെ ലൈഫ് നോക്കാനാണെങ്കിൽ ഇപ്പോഴവർക്ക് 3 കുഞ്ഞുങ്ങളും ഭർത്താവിന് ജോലിയും അവർക്ക് ഗവൺമെൻറ് ജോലിയും അവിടെ വീടും പണി തീർന്ന്. ഒരു കാര്യം. അപ്പം നമ്മൾ ഓർക്കും എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോൾ ചിലരാണെങ്കിൽ ഓർക്കും എല്ലാം തീർന്നേന്ന് വിചാരിക്കും എല്ലാം. പക്ഷെ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് പണ്ട് എന്നോട് ഈ വിഷയം ഈ ശുശ്രൂഷയെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം അതിനുശേഷം അവർക്ക് സംഭവിച്ച വിഷയങ്ങൾ, ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മളെങ്ങനെ ദൈവവുമായിട്ട് ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതല്ല. നമുക്ക് എന്ത് സംഭവിക്കാം. ഈ ഭൂമിയിൽ ഇപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ തന്നെ നീട്ടുമ്പോൾ എന്തുമാത്രം മനുഷ്യരാണ് ജോലിയില്ലാതെ വീടുകളിലിരിക്കുന്നത്. ജോലിയില്ലാതെ വീടുകളിലിരുന്ന് തനിയെ ഇരുന്ന് മൊബൈലും കണ്ട് നീലച്ചിത്രങ്ങളും കണ്ട് സമയം കളയണ കുറേ ആൾക്കാരുണ്ട്. മിക്കവാറും താഴത്തെ നിലയിലൊന്നും കാണത്തില്ല. അര ഗ്ലാസ് ബിയറും മേടിച്ച് മുകളിൽ ഇരുന്നിട്ട് നീലച്ചിത്രം കാണുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന്. ഈ കക്ഷികൾ ഒരിക്കൽ പോലും ബൈബിളെടുത്ത് വായിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യത്തില്ല. ചെയ്യണമെന്നല്ല പറയണത്. നിങ്ങൾ ചെയ്യുകയേ വേണ്ട. നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന് കഞ്ഞി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊരു അഭിഷേകമുണ്ട്. അഭിഷേകത്തിന് കർത്താവ് പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില സമയത്ത് ഈശോ പറയും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ല. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ഒരു ആകർഷണം വേണം. ശരിക്കും ഈ ആകർഷണം ഉണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം ആകർഷണം ഉണ്ടെങ്കിലും നമുക്ക് അകപ്പെട്ടു പോകത്തില്ല. ബാക്കി ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പോകുന്ന ആകർഷണം എന്തായിരിക്കും?
ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ഭാര്യയ്ക്ക് വരാൻ പോകുന്ന ആകർഷണം എന്തായിരിക്കും? എന്താകർഷണം ഉണ്ടാവും? അയ്യോ, ഇനി കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ആകുലതയുടെ ആകർഷണം ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ആകുലതയുടെ ആകർഷണം ഉണ്ടാവും. പക്ഷേ കർത്താവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ ആകുലതയുടെ ആകർഷണം ഉണ്ടാകത്തില്ല. ഈ വിഷയത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവികളെ അല്ല ആ വ്യക്തിയെ ഉള്ളിൽ നിന്ന് സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞത് പോകാൻ നേരത്ത് സ്വർഗാരോഹണത്തിൻ്റെ കാലമായപ്പോൾ പറഞ്ഞത് സാന്ത്വനപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. കാര്യം എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ പോകുമ്പോൾ അല്ല നടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ അയൽവാസികളുടെ ആശ്വാസം എന്നതിനേക്കാളുപരി ഒരു വിശ്വാസിക്ക് വേണ്ടത് ആത്മാവിൻ്റെ ആശ്വാസമാണ്. ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കണില്ല എങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിധികളുണ്ട്. ഒരു പരിധി വിട്ടാൽ പിന്നെ അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യൻ്റെ ആശ്വാസങ്ങളെന്ന് പറയണത് ഒന്ന് പുറത്തുനിന്നുള്ള ആശ്വാസങ്ങളുണ്ടാകും, അകത്തുനിന്നുള്ള ആശ്വാസം ഉണ്ടാകും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പുറത്തുനിന്നുള്ള ആശ്വാസമാണ്. അത് ഭർത്താവിൻ്റെതാകാം, ഭാര്യയുടേതാകാം, മക്കളുടേതാകാം, മാതാപിതാക്കന്മാർക്ക്. പക്ഷെ അങ്ങനെ പുറത്തുനിന്നൊരു ആശ്വാസം ഉണ്ടായാൽ അത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആൾക്കാർക്ക് ആ ആശ്വാസം തുടരാൻ പറ്റാത്ത സാഹചര്യം വരും. അല്ലെങ്കിൽ അവരുടെ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇത് രണ്ടും സംഭവിക്കാം. അകത്തുള്ള ആശ്വാസം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആശ്വാസമാണ്. അപ്പോൾ ദൈവവേദന എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോഴും ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ആണോ? ആശ്വാസകനായ ആത്മാവിൻ്റെ സാന്ത്വനങ്ങളെ എനിക്ക് അഭിഷേകമായിട്ട് ഇപ്പോഴും അനുഭവിച്ചിട്ട് വിഷയങ്ങളെ ലൈറ്റ് വെയ്റ്റ് ആകുന്നുണ്ടോ, ഫെദർ ടച്ച് ആകുന്നുണ്ടോ, പവർ സ്റ്റിയറിങ് ആകുന്നുണ്ടോ? എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാവും. കാര്യം നമ്മൾ കടന്നു പോകുന്ന വഴികൾ വളരെ തിക്തമാണെങ്കിലും നമ്മളെ അതിന് ആവിയും പുകയും അറിയിക്കാതെ കൊണ്ടുപോകും. ഇപ്പം അഗ്നിയിലൂടെ നടക്കുമെന്ന് നമ്മൾ സാധാരണ പറയും.